നമസ്കാരം. സമുദ്രത്തിന്റെ അടിത്തട്ടിൽ വെള്ളി കുമിഞ്ഞുകൂടുന്നതായി ശാസ്ത്രജ്ഞർ വ്യക്തമാക്കുന്നുണ്ട്. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഫലമായാണ് ഇതെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത്. ആഗോളതാപനമാണ് ഇത്തരത്തിൽ സംഭവിക്കുന്നതിന് കാരണമായി പറയുന്നത്. ദക്ഷിണ ചൈനയിലും വിയറ്റ്നാമിലും മറ്റു ചില തീരപ്രദേശങ്ങളും വെള്ളിയുടെ സ്വാധീനം കണ്ടെത്താനായിട്ടുണ്ടെന്നാണ് ഗവേഷകർ പറയുന്നത്. ചൈനയിലെ ഹെഫി സർവകലാശാലയിലെ ജിയോ സയൻസ് അസോസിയേറ്റ് പ്രൊഫസറായ ലുങ്കിയാങ് സുവാണ് ഇത്തരത്തിലൊരു പഠനത്തിന് നേതൃത്വം കൊടുത്തതും നിഗമനത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നതും. ചൈനയിൽ കടലിൽ വൻ വെള്ളി ശേഖരണമാണ് നിലവിലുള്ളത്. ഇത്തരത്തിലുള്ള വെള്ളി ശേഖരണം സമുദ്രത്തിലെ മലിനീകരണത്തെയും കാലാവസ്ഥാ മാറ്റത്തെയും ബാധിക്കുകയും ഇത് പ്രപഞ്ചത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. ലോകത്തിലെ പല സമുദ്രങ്ങളിലും ഇത്തരത്തിൽ വെള്ളി അടിയുന്നതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മാത്രമല്ല, കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഇതിനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് എന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത്. വെള്ളി പല ലോഹങ്ങളെയും പോലെ തന്നെ ഭൂമിയിൽ നിന്ന് ഉൽപ്പാദിക്കപ്പെടുന്ന ഒരു ലോഹമാണ്. കാലാവസ്ഥാ മാറ്റങ്ങൾ വഴി പലപ്പോഴും മഴവെള്ളത്തിലൂടെയും മറ്റും സമുദ്രത്തിലേക്ക് ഒലിച്ചിറങ്ങുന്ന വെള്ളത്തിലൂടെയാണ് കടലിന്റെ ആഴങ്ങളിൽ വെള്ളി രൂപപ്പെടുന്നത്. പലപ്പോഴും വെള്ളി പോലുള്ള ധാതുക്കളും സമുദ്രത്തിലേക്കും പ്രവേശിക്കുകയും ഇവിടെ താപനിലയും സാന്ദ്രതയും നിലയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ആഗോളതാപനവും ഇത്തരത്തിൽ സംഭവിക്കുന്നതിന് ഒരു പ്രധാന കാരണം തന്നെയാണ് എന്നാണ് ഗവേഷകർ പറയുന്നത്. കടലിൽ ഇത്തരത്തിൽ അമിതമായ തോതിൽ വെള്ളി നിക്ഷേപിക്കപ്പെടുമ്പോൾ ഇത് പലപ്പോഴും കൂടുതൽ പാർശ്വഫലങ്ങളിലേക്കാണ് നമ്മളെ പ്രപഞ്ചത്തെ കൊണ്ടെത്തിക്കുന്നത്. ഇത് ആദ്യം തന്നെ കടലിലെ ജീവിവർഗങ്ങൾക്ക് ദോഷമുണ്ടാക്കുന്നുണ്ട്. കൂടാതെ ഇതിന്റെ അളവ് കൂടുമ്പോൾ ഇത് കടലിൽ ജീവിവർഗങ്ങളുടെ നാശത്തിന് വരെ വഴിവെക്കും. കടലിന്റെ സ്വാഭാവിക ചുറ്റുപാടിൽ ജീവിക്കുന്ന ജീവികളിലും ജലവസ്തുക്കളുടെ ഘടനയിലും മറ്റും മാറ്റവും വരുത്തും. ഇതിന്റെ ഫലമായി കടൽ സമ്പത്ത് പതിയെ ഇല്ലാതാവുകയും ചെയ്യും. അവിടെയും സംഭവിക്കുന്നത് കാലാവസ്ഥാ മാറ്റങ്ങളുടെ സാരമായ പ്രതിഫലനങ്ങളാണ്. സമുദ്രത്തിന്റെ ആഴങ്ങളിൽ വെള്ളി എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെ കുറിച്ച് കൂടുതൽ അറിയാൻ തക്ക തരത്തിലുള്ള പഠനവും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ പ്രാഥമിക പഠനത്തിൽ സമുദ്രത്തിന്റെ സമ്പന്നമായ ഉപരിതല ആവാസ വ്യവസ്ഥയെ നിലനിർത്തുന്ന പോഷകങ്ങളെല്ലാം തന്നെ ഇതുവഴി നഷ്ടപ്പെടുന്നുണ്ട്. ഇത്തരം അവസ്ഥയിൽ അത് കൂടുതൽ അപകടകരമായ അവസ്ഥയിലേക്ക് സമുദ്രത്തെ എത്തിക്കും. അതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് നമ്മുടെ ഭൂമി എത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം ആഗോളതാപനം വർദ്ധിക്കുന്നത് വഴി പലപ്പോഴും ജലോപരിതലത്തിലേക്ക് പോഷകങ്ങൾ ആഗിരണം ചെയ്യുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്താറുണ്ട്. ഇത് നമ്മുടെ മുഴുവൻ ഭക്ഷണ ശൃംഖലകളെയും പോഷിപ്പിക്കുന്ന പായലിന്റെ സമൃദ്ധി വർദ്ധിപ്പിക്കും. ഇതിന്റെ ഫലമായി കൂടുതൽ വെള്ളി വെള്ളത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുകയും ഒടുവിൽ ജലജന്യ വസ്തുക്കൾ എല്ലാം നശിക്കുകയും ചെയ്യും. പരിസ്ഥിതിയിലെ പ്രത്യാഘാതങ്ങൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ വെല്ലുവിളികൾ ഉയർത്തുന്നതാണ്. കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാവുന്ന വെള്ളി നിക്ഷേപം പലപ്പോഴും ശാസ്ത്രലോകത്ത് സൃഷ്ടിച്ചിരിക്കുന്നത് വലിയ പ്രതിസന്ധികൾ തന്നെയാണ്. സമുദ്രത്തിൽ മാറ്റങ്ങൾ വന്നാൽ ഇത് മനുഷ്യന്റെ നിലനിൽപ്പിനെയും കാര്യമായി തന്നെ ബാധിക്കും. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ അല്പം കൂടുതൽ ശ്രദ്ധിക്കണം. മികച്ച രീതിയിൽ തന്നെ ഈ ആശങ്ക കൈകാര്യം ചെയ്യപ്പെടേണ്ടത് അനിവാര്യമാണ്.